ഹലോ ഗൈസ്, വെൽക്കം ടു എ പുതിയ എപ്പിസോഡ് ഓഫ് ഫുഡ് എക്സ്പ്ലോറേഷൻ അല്ലെങ്കിൽ ഫുഡ് അടി വിത്ത് കാർത്തിക് സൂര്യ. ഈ ഫുഡ് അടിയാണ് പിൽക്കാലത്ത് ഫുഡ് ആഡിയായി മാറി സനുബ്രോയ്ക്ക് പേര് വീണത്. പക്ഷെ ഡാഡി എന്ന് വിളിക്കണം, അങ്ങനെ ഒരു ബാച്ചിലറായ മനുഷ്യന്റെ ഡാഡി എന്ന് വിളിക്കുന്നത് ശരിയല്ല. നീ ഉദ്ദേശിക്കുന്ന ഡാഡി അല്ല, അത് നീയാണ് ആ ഡാഡി. അതെ, ഫ്യൂച്ചർ ഡാഡി പിറകിലും ഉണ്ട്. നീ ഒരു മാസം 2 മാസത്തിനകം ഡാഡി ആവും അല്ലടാ? വർഷങ്ങൾക്കകം അടുത്ത ഡാഡി ആവും. എനിക്ക് സമയമുണ്ട് കുറച്ചുകൂടെ ഡാഡി ആവും. ഇപ്പൊ കെട്ട് കഴിഞ്ഞോളൂ. ഇപ്പൊ ഡാഡി എന്നും പറഞ്ഞോണ്ട് ചെല്ലണെങ്കിൽ എന്തരടാ വേറെന്തൊരു അർത്ഥമാടാ? ആണോ? എന്തിനാ എന്തരടാ എവിടെ ഒരു വാക്ക് കേട്ടിട്ട് അതെന്താന്ന് ചോദിച്ചാണ്. അങ്ങനെയല്ല, ഉണ്ട്. അതെ, അപ്പം നമ്മൾ നല്ല ഡാഡിയാണ് സുഹൃത്തുക്കളെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നന്ദു, ഇന്ന് നീ എങ്ങോട്ടാണ്ടാ നമ്മളെ ഫുഡ് അടി? ഞാൻ പറയട്ടാ, സനുബ്രോ മറ്റേ മോഡേൺ ഹൈഫൈ ഫുഡിന്റെ ആളാണെങ്കിൽ എല്ലാം കഴിക്കും. പക്ഷെ നമ്മൾ ഫുഡ് എക്സ്പ്ലോറേഷന് പോകുമ്പോഴെല്ലാം കുറച്ച് പ്രീമിയം സ്ഥലങ്ങളിലോട്ടാണ് പോണത്. നീ ഇന്ന് നമ്മൾ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? നീ അന്ന് പറഞ്ഞില്ലേ കേരള സ്റ്റൈൽ ചിക്കൻ ഫ്രൈ വേണോ? തിരുവനന്തപുരം സ്റ്റൈൽ ചിക്കൻ. നമ്മള് തിരുവനന്തപുരത്ത് നല്ല ഫ്രൈ ചിക്കൻ കിട്ടൂല എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ചിരിക്കുക. നമുക്ക് പോവാം. നമുക്ക് എന്ന് പറഞ്ഞാൽ ഫ്രൈഡ് ചിക്കന്റെ ഒരു ഫാനാണ് ഗൈസ് ഞാൻ. ചിക്കൻ ഫ്രൈ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇന്ന് നമ്മൾ ട്രിവാൻഡ്രത്തെ ഒരു നല്ല ചിക്കൻ ഫ്രൈ തിന്നാൻ പോവാണ്. ചിക്കൻ ഫ്രൈയും പിന്നെന്തരടാ, നമുക്ക് ആദ്യം സൂപ്പ് കുടിക്കാം. നമുക്ക് സൂപ്പ് കുടിക്കാം. അവിടെ അടുത്ത് തന്നെ സൂപ്പിന്റെ ഒരു കടയുണ്ട്. സൂപ്പ് എക്സ്പ്ലോറേഷനും ഉണ്ട് ഗൈസ്. അപ്പൊ മട്ടൺ സൂപ്പ് കുടിച്ചിട്ട് തുടങ്ങാം. സൂപ്പുകളിൽ കേമൻ മട്ടൺ സൂപ്പ് എന്നാണ്. ഇത് മറ്റേ മട്ടൺ കടയോട് ചേർന്നുള്ള സൂപ്പ് കടയാണ്. സൂപ്പ് കുടിച്ചിട്ട് നമുക്ക് അപ്പുറത്ത് വന്ന് ഫ്രൈയും കഴിക്കാം. ഫ്രൈയുടെ കൂടെ എന്താണ്? ബെറോട്ട എന്തായാലും കാണുമല്ലോടാ, ബ്രെഡ് ഐറ്റംസ് എല്ലാം കാണും. ചിക്കൻ ഫ്രൈയും ബെറോട്ടയാണ് ആ ഒരു കോംബോ, അതിന്റെ ഒരു രീതി. പക്ഷെ പണ്ട് നമ്മളവിടെ ഒരുപാട് സെറ്റ് കടകളുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ കുറെ പേരെടുത്തൊക്കെ ആ ഒരു ഒതന്റിസിറ്റി, ആ ഒരു പഴയ ആ ഒരു സാധനം ഉണ്ടല്ലോ, അത് കുറഞ്ഞു തുടങ്ങി. ഈ പഴയ കടകൾ ഒരുപാട് ഇപ്പം കുറഞ്ഞു വന്നോണ്ടിരിക്കുന്നത്. എനിക്ക് ട്രിവാൻഡ്രത്ത് ഏറ്റവും ഇഷ്ടമുള്ള ചിക്കൻ ഫ്രൈകളിൽ ഒന്ന് നമ്മൾ അഫ്സൽ ചിക്കൻ ഉണ്ടല്ലോ, വിഴിഞ്ഞൻ ചിക്കൻ ഫ്രൈ. ഭയങ്കര സ്പൈസിയാണ്, അത് സൂപ്പർ സ്പൈസിയാണ്, സൂപ്പർ ടേസ്റ്റും ആണ്. നിങ്ങൾ പറയണ ഒരു ദിവസം പോയി ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇന്ന് നമ്മളിപ്പോ പൊക്കോണ്ടിരിക്കുന്ന അങ്ങോട്ടാടാ പേരൂർക്കടയാണ് സുഹൃത്തുക്കളെ. ഇന്ന് നമ്മുടെ എക്സ്പ്ലോറേഷൻ നമ്മളെ കൊണ്ട് പൊക്കോണ്ടിരിക്കുന്നത്. വിഷ്ണുദിനെ ഇവിടെ വിളിച്ചു, പക്ഷെ അവൻ വണ്ടിയുടെ പാർട്ട് എടുത്തിട്ട് ഇപ്പൊ എത്തിയതേ ഉള്ളൂ. എപ്പോ വിളിച്ചാലും അവൻ പാർട്ട് എടുത്തോണ്ടിരിക്കുന്നു. എപ്പോ വിളിച്ചാലും അവൻ പാർട്ട് എടുക്കാണ്. അല്ല, കോമഡി എന്ന് വെച്ചാൽ പെട്രോൾ വാങ്ങിക്കാൻ ആൾക്കാർ നിൽക്കുക, അല്ലെങ്കിൽ വണ്ടി ശരിയാക്കാൻ നിൽക്കുന്നു. ഇപ്പൊ വരണം എന്ന് പറഞ്ഞിട്ടായിരിക്കും പോണത്. പിന്നെ 2 to 3 ബിസിനസ് ഡേയ്സ് കഴിയുമ്പോഴായിരിക്കും അവൻ പാർട്ട് എടുത്തോണ്ട് എത്തുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്തായാലും പേരൂർക്കട എത്തട്ടെ. അതിന്റെ കട കാണിച്ചു തരാം ഞാൻ. മട്ടൺ സൂപ്പ് കിട്ടുന്ന ഒരു കട ഗൈസ്. ഇതാണ് നന്ദുവളി നമ്മളെ കൊണ്ട് വന്നേക്കുന്ന കട. ബിസ്മി എന്നാണ് പേര്. പേരൂർക്കടയാണ് ഈ കട ഇരിക്കുന്നത്. അപ്പം ബ്രെഡും മട്ടൻ പെരട്ടും എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. നമുക്ക് മട്ടൻ സൂപ്പ് അല്ലേടാ എന്ത് വേണ്ടത്? നമസ്കാരം ചേട്ടാ, സുഖമാണോ? ഇതാണോ നിങ്ങളുടെ മട്ടൺ സൂപ്പ്? ചേട്ടാ വിറകിലാണോ റെഡിയാക്കണത്? വീട്ടിലാ? ചേട്ടന്റെ വീട്ടിലാണോ? ചേട്ടന്റെ പേരെന്താ? റാഫി ചേട്ടന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന മട്ടൺ. എന്ത്? ഓ, 3 സൂപ്പ് എടുത്തോ കേട്ടോ. എടാ, ഇവിടെ അകത്ത് മട്ടൻ വെട്ടുകയും ചെയ്യും അല്ലേ? മട്ടൻ കടയാണല്ലേ? ഓ, സ്പെഷ്യൽ മട്ടൺ സൂപ്പ് 90 രൂപയാണ് കേസ്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ബ്രെഡും മട്ടൺ ലിവർ റോസ്റ്റ് എഴുതിയിട്ടുണ്ടോ? അതുകൂടെ പറയടാ. ആദ്യം സൂപ്പ് കുടിച്ചു നോക്കാം. കണ്ടിട്ട് നല്ല തിക്കായിട്ടുള്ള സൂപ്പാണെന്ന് തോന്നുന്നു. ഇപ്പം കഴിച്ചു നോക്കാം. അതിട്ടേടാ എന്ത് ഇതിൻ്റെ അത് കുറച്ച് കുരുമുളക് ഇട്ട്. ഉപ്പ് വേണോ? ശകല ഉപ്പും കൂടെ മതി. വേണമെങ്കിലാടാ ഗൈസ്. ബിസ്മിയില ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ പറഞ്ഞത്. നീ എങ്ങനെ അറിഞ്ഞ ഈ കടയുടെ കാര്യം? ആണല്ലേ? ഉപ്പ് വേണോ അല്ലേ? അപ്പൊ ഉപ്പിട്ടിട്ടുണ്ടാവും. കൊള്ളാം. മട്ടൺ സൂപ്പ് എങ്ങനെയുണ്ടോ? അത് ഇഷ്ടപ്പെട്ടാടാ? എങ്ങനെയുണ്ട് ചേട്ടാ സൂപ്പ് എങ്ങനെയുണ്ട്? കൊള്ളാവോ? എല്ലാ ആഴ്ചയും വരുമോ? എല്ലാ ആഴ്ചയും വരുമോ കേട്ടോ സൂപ്പ് കുടിക്കാൻ? നല്ലതാണല്ലേ മട്ടൺ സൂപ്പ്? മട്ടൺ സൂപ്പ് നല്ലതാണ്ടാ എല്ലിനും. കൊഴുത്ത സൂപ്പാണ് കേട്ടോ. ഓവർ ഫ്ലേവർ ഒന്നും ഇല്ല. നിങ്ങൾക്ക് മട്ടന്റെ ബ്രോത്തിന്റെ രുചി വരും.
കുറച്ച് കൊള്ളാം ഗൈസ്. മട്ടൺ സൂപ്പ് കുടിക്കട്ടെ. അത്യാവശ്യം മൊമെന്റുള്ള കടയാണെന്ന് തോന്നുന്നു ഗൈസ്. നല്ല ആളൊക്കെ വന്ന് വാങ്ങിച്ചോണ്ടൊക്കെ പോകുന്നുണ്ട് ഗൈസ്. എന്തായാലും ഇവിടെ നമ്മൾ എത്തി. അപ്പൊ പിന്നെ ഇവിടുത്തെ ഒരു സാധനവും ട്രൈ ചെയ്ത് നോക്കാന്ന് വിചാരിച്ചു. മട്ടൺ ലിവർ ഫ്രൈ, അതും നല്ല നൈസ് പത്തിരി. ഞാൻ നൈസ് പത്തിരി ഇങ്ങനെ എടുത്തിട്ട് ലിവർ ഫ്രൈ കുറച്ച് ഇങ്ങനെ എടുക്കുക. അങ്ങനെ ഉണ്ടോ? സൂപ്പ് കുടിച്ച് നിന്റെ മൂക്ക് ഒലിച്ച് നല്ല എരി അല്ലേ? നല്ല രുചിയാ ലിവർ. കൊള്ളാം. അങ്ങനെയുണ്ടോ സാധനം? അവന്റെ അണ്ണാക്കി കയറി പോണത് നല്ല ടേസ്റ്റ്. ഇനി നമ്മള് ഫിനിഷ് ചെയ്തിട്ട് വേണം. ചേട്ടാ എത്ര കാലം ഇത് തുടങ്ങിയിട്ട് ഇപ്പൊ? ഇവിടെ വേറെ ഇവിടെ തുടങ്ങിയിട്ട് ഒരു 7 മാസമായി. 7 മാസമായോ? മട്ടൻ കട ഇവിടെ ഫ്രഷ് മട്ടൻ തുടങ്ങിയിട്ട് 4 വർഷം കഴിഞ്ഞു. വട്ടിയൂർക്കാവില് 43-45 വർഷക്കാലമായി. ഓ, വട്ടിയൂർക്കാവിൽ തുടങ്ങിയതാണ് വട്ടിയൂർക്കാവിൽ എന്റെ ഫാദർ. ഞാൻ ഒരു 14 വയസ്സായി. അങ്ങനെ തലമുറകളായി കൈമാറി വരുന്ന രുചിയല്ലേ? സൂപ്പ് നല്ല തിക്ക് സൂപ്പ്. ഇത് ചേട്ടാ ചേട്ടാ ഇവിടെ ആഹാരം കൊടുക്കുമ്പോഴേ അത്രയും നമ്മളെ ശ്രദ്ധയോടും വളരെ ക്വാളിറ്റിയിലായി കൊടുക്കാം. ഇത് അങ്ങ് വെച്ച് മതിയായി കളയും. ചേട്ടാ ഒരു സംശയം. നേരത്തെ ഇവിടെ അടുത്തിരുന്ന ചേട്ടൻ പറഞ്ഞ് ഇത് കഴിച്ചു കഴിഞ്ഞ ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ വെള്ളം കുടിക്കാവൂ. എന്താ സൂപ്പ് ഇത്രയും ക്വാളിറ്റി ഉള്ളത്? നമ്മളിപ്പം പാല് കുടിച്ചിട്ട് ഉടനെ വെള്ളം എടുത്തതിന്റെ മീതെ കുടിച്ചിട്ട് അതിന് ഗുണമുണ്ടാവും. അപ്പം കുറച്ചു നേരമായിട്ട് കിടക്കണോ അല്ലേ? ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ കഴിഞ്ഞിട്ട് വെള്ളം കുടിക്കാം. ചില സമയത്ത് ചിലരുടെ വയറ്റിന് പിടിച്ചില്ലെങ്കിൽ ഇപ്പൊ ഞാൻ പറയും അവിടെ നിന്ന് സൂപ്പ് കുടിച്ചിട്ടാണ് അങ്ങനെ ആയെന്ന് പറഞ്ഞു. അരമണിക്കൂർ വെയിറ്റ് ചെയ്യണം അല്ലേ? വെള്ളം അരമണിക്കൂർ കഴിയണം. ഓക്കെ, അടിപൊളി. ലിവറും കൊള്ളായിരുന്നു. മട്ടൻ പെരട്ടുണ്ടായിരുന്നു, തീർന്നു. പിന്നെ ബ്രെയിൻ ഫ്രൈ ഉണ്ടായിരുന്നു. ബ്രെയിൻ ഫ്രൈ വേറൊരു ടേസ്റ്റാണ്. ചേട്ടൻ്റെ പേരെന്തായിരുന്നു? റാഫി. ചേട്ടാ ഹോട്ടലിലൊക്കെ സപ്ലൈ ഉണ്ട് മട്ടനൊക്കെ. വേരകൻ ഇങ്ങനെയുള്ള ഹോട്ടലിലൊക്കെ സപ്ലൈ ഉണ്ട്. പിന്നെ വെള്ളയമ്പല സൽവാടയിൽ, പിന്നെ ആലിബാബ, പിന്നെ പേരൂക്കട മാക്കിന്റെ വലിയ കട. കേറ്ററിംഗിനൊക്കെ കേറ്ററിംഗിന് ഗ്രൂപ്പിലെ വിജയൻ ഹോട്ടൽ അസോസിയേഷന്റെ ജില്ലാ സെക്രട്ടറിയാണ്. ഇതിലേക്കെല്ലാം കേറ്ററിംഗ്. പിന്നെ ഇവിടെ കൂട്ടുപര അവർക്കെല്ലാം എന്റെ കൂട്ടുപരക്ക് 70 കിലോ മട്ടൻ സപ്ലൈ മട്ടൻ. അടിപൊളി, സന്തോഷം. ഓക്കെ ഗൈസ്, നമുക്ക് പതുക്കെ ഇറങ്ങാം. അങ്ങനെ ഫുഡ് അടി വിത്ത് കാർത്തിക് സൂര്യയുടെ ഇന്നത്തെ എപ്പിസോഡ് ബിസ്മി മട്ടൺ കടയ്ക്ക് ടാറ്റ പറഞ്ഞുകൊണ്ട് അടുത്ത ഒരു ബിസ്മിയിലേക്ക് പോവുകയാണ്. അടുത്ത കടയുടെ പേരും ബിസ്മി എന്നാണല്ലേടാ? എന്തു അതും വേറൊരു കട തന്നെയാണോ? അതെ, ചിക്കൻ ഫ്രൈ ആണ് ഞാൻ പറഞ്ഞത്. ഇത് എക്സ്ട്രാ ആഡഡ് ബോണസ് ആയിട്ട് കിട്ടിയതാണ് ഗൈസ്. ഇഷ്ടക്കൊള്ളാം കട. ചേട്ടൻ നല്ല പെരുമാറ്റവും പിന്നെ നല്ല വൃത്തി. പറയാൻ വിട്ടു ഗൈസ്. അകത്ത് മട്ടൻ വെട്ടുന്ന സ്ഥലം ചേട്ടൻ കൊണ്ടുപോയി കാണിച്ചു തന്നെ ഗൈസ്. അവര് എല്ലാ ദിവസവും ഒരു വൈകുന്നേരത്തോടെ മട്ടൻ വെട്ടി തീർന്നിട്ട് പിന്നെ അത് ഫുള്ളും വാഷ് ചെയ്യുമെന്ന്. വാഷ് ചെയ്ത് പിന്നെ അതിനുശേഷം ഒരു 6 മണിയൊക്കെ ആകുമ്പോഴാണ് ഈ സൂപ്പും മട്ടൺ റോസ്റ്റും അങ്ങനെയുള്ള സാധനങ്ങൾ കൊടുത്തു തുടങ്ങണേന്ന്. നല്ല വൃത്തിയുണ്ട്. പിന്നെ നമ്മള് മട്ടൺ സൂപ്പ് കുടിച്ചായിരുന്നേ, ബാക്കി എല്ലായിടത്തും ഭയങ്കരമായിട്ട് വെള്ളം പോലെ ഇരിക്കും. പിന്നെ ഒരു മുഷിട് കാണും സാധാരണ മട്ടൺ വെട്ട്, അല്ലെങ്കിൽ മുഷിട് ഇതിനും ഉണ്ട്, പക്ഷെ ഭയങ്കര അതല്ല ഈ വെട്ടുന്ന സ്ഥലത്തൊരു മുഷിടുണ്ട്. അപ്പുറത്തെ വണ്ടി ടാറ്റ ആയിരുന്നു ആരോ നമുക്ക്. പക്ഷെ ഇത് നല്ല ഹൈജീനിക് ആയിട്ട് ഫീൽ ചെയ്തു ഗൈസ്. ഹൈജീനിക് മാത്രമല്ല, കുറച്ച് തിക്കാണ് ഗ്രേവി, നല്ല തിക്കാണ്. ക്ലിയർ അല്ല. നമ്മുടെ ഈ അല്ലാത്ത റെസ്റ്റോറന്റ് ആണെങ്കിലേ കോൺഫ്ലവർ ഒക്കെ ചേർത്താണ് കൊഴുപ്പിച്ച് തരണം. പക്ഷെ ഇതെന്ന് പറയുന്നത് അങ്ങനെയല്ല. ഈ കൊച്ചുള്ളിയുടെ ഇതാണ് ഒരു അതിപ്രസരം അതിന്റെ അകത്തുണ്ട്. കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഗൈസ്. പക്ഷെ സത്യം പറഞ്ഞാൽ ഈ വൈകുന്നേരം മൂക്കിന്ന് വെള്ളം വന്നു. കൊച്ചുള്ളി ഉള്ളതുകൊണ്ടാ. ഇത്രയും കൊച്ചുള്ളി ഉള്ളത് പുള്ളി റേഷ്യോ പറഞ്ഞില്ലേ? 7 കിലോ മട്ടന് എത്ര 3 കിലോ കൊച്ചുള്ളി, അങ്ങനെ എന്തോ ഒരു റേഷ്യോ പറഞ്ഞായിരുന്നു ഗൈസ്. അതിന്റെ ഒരു നീറ്റിലുണ്ടാവും. പിന്നെ നമ്മൾ ഇവ ആവശ്യത്തിൽ കൂടുതൽ കുരുമുളക് വാരി തട്ടുന്നത് ഞാൻ കണ്ടായിരുന്നു. അതുകൊണ്ട് കുരുമുളക് വേണോടാ കുറച്ചൊക്കെ. മട്ടണില് അല്ലെങ്കിൽ സൂപ്പിലൊക്കെ കുറച്ച് കുരുമുളകോടുകൂടി കയറുമ്പോഴാണ് ആ ഒരു ഉപ്പ് ഉപയോഗിച്ചില്ല കേട്ടോ. ഉപ്പിട്ട് ഞാൻ ഇട്ട് ഞാൻ കുറച്ചേ ഇട്ടു. എനിക്ക് പ്ലെയിൻ ആയിട്ട് കുടിക്കണതാണ് കുറച്ചുകൂടെ ഇഷ്ടം. ആണല്ലേ? പക്ഷെ നല്ല ഫ്ലേവർ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഈ നീ ഡയറ്റ് ചെയ്യണമെങ്കിൽ ഒരു സൂപ്പ് കുടിച്ചാൽ മതി കേട്ടാ. രാത്രി ഗൈസ് ഞാൻ ക്വാണ്ടിറ്റി വളരെ കുറച്ചും ട്രൈ കൂടുതലുമാണ്. ഈ ബോളി കഴിച്ചതിലാണ് എനിക്ക് പിന്നെ അന്നത്തോടു കൂടിയാണ് ഇവന്റെ കാര്യത്തിൽ ഭയങ്കര കോൺഫിഡന്റ് ആയിരുന്നു കേട്ടോ. ഞാൻ കഴിക്കൂല അത് ഞാൻ അങ്ങനെ കഴിക്കണതേ അല്ലടാ. അത് അത്ര ടേസ്റ്റ് ആയിരുന്നു അന്നത്തെ ബോളി. 3 പ്ലേറ്റ് കൊണ്ട് ചേട്ടൻ വന്നു. ഒരെണ്ണം വേണ്ട, അല്ല ഒരാവശ്യമില്ല, ഒരെണ്ണം മതി എന്നാണ്. പക്ഷെ വിഷ്ണുവിന് എന്തോ തോന്നിട്ട് ചേട്ടൻ ആദ്യം തന്നേരം ഞാൻ എടുത്തോളാം, അവര് വേണ്ട ഇരിക്കുന്നത്. എന്നിട്ട് ഞാൻ ഭയങ്കര കോൺഫിഡൻസിന് പറഞ്ഞ അവൻ കഴിക്കൂല, അവൻ ഷുഗർ കട്ട്
ഒക്കെ ഉള്ളതാണ്. അതെ. ഇതേ കൂടുതലാണ് എന്നൊക്കെ പറഞ്ഞ് അവരെ പോലും ഞാൻ നിരുത്സാഹപ്പെടുത്തിയാണ് ഞാൻ അവര് സാധനം വാങ്ങിച്ചത്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പൊന്നളിയാ എടാ ആ കടലപ്പായസം ഒഴിച്ച് ആ ചൂട് തിളക്കണ പോളി അമ്പട. ആകെപ്പാടെ ആ വീഡിയോയിൽ അവ ഒരു ഉരുള എനിക്ക് വായി വെച്ച് തരുന്നതേ ഉള്ളൂ. അത്രേ ഉള്ളു, അത്രേ അവൻ തിന്നോളൂ. ബാക്കി അത്രയും ഞാനും വിഷ്ണു കൂടെ ാണ് തിന്നത്. എവിടെയാടാ ചിക്കൻ കട? എനിക്ക് വിശക്കണം. ചിക്കൻ കട എടുത്ത് ഓക്കെ, ഞങ്ങൾ അടുത്ത ബിസ്മിയിലോട്ട് പോട്ടെ. അടുത്ത കട ഇത് എവിടെയാണ് എക്സാക്ട് ലൊക്കേഷൻ? അമ്പലമുക്ക്. ഗൈസ്, അമ്പലമുക്കാണ് കട ഇരിക്കുന്നത് കേട്ടാ. ഇതും ബിസ്മിന്നാണ്. പക്ഷെ ഇവിടെ വന്നപ്പോഴേ എനിക്ക് മണം അടിച്ചിട്ട് നിൽക്കാൻ വയ്യ ഗൈസ്. ഭീകര മണം. മണം നല്ല മണം വരല്ലേടാ എനിക്ക്. അവിടെ എത്തിയപ്പോഴേ നല്ല മണം. ഒരു ഫ്രൈ അല്ലേ പോകുന്നത്. നല്ല ഫുള്ളി പാക്ഡ് ആയിട്ടിരിക്കുന്ന കടയാണ് ഗൈസ്. നമുക്കൊരു സീറ്റ് കിട്ടുമോ നോക്കട്ടെ ഗൈസ്. ഇവിടെ നല്ല തിരക്കാണ്. നമ്മൾ കുറച്ചു നേരം നിന്നാലേ സീറ്റ് കിട്ടുള്ളൂ. കൊള്ളാം, നല്ല ലക്ഷണം. കടയിൽ വരുമ്പോഴത്തേക്ക് സീറ്റ് കിട്ടുന്നില്ല എന്ന് പറയുന്നത് ഇസ് എ ഗുഡ് ലക്ഷണം ഗൈസ്. നല്ലൊരു കടയാണ് അല്ലേടാ? തിരക്കുണ്ടാകുമ്പോഴത്തേക്ക് അതെ, സ്വാദിഷ്ടമായ ഫുഡ് കൊടുക്കുന്നിടത്താണ് സാധാരണ ഇത്ര തിരക്ക് വരാറുള്ളത്. കൊള്ളാം, നല്ല സെലക്ഷൻ ആണെന്ന് തോന്നുന്നത്. ഒരു സീറ്റ് നമുക്ക് ഒഴിഞ്ഞ് കിട്ടി ഗൈസ്. ആള് വന്നിരിക്കണമെന്ന് ഇരിക്കാം ഗൈസ്. ഇതാണ് ഇവിടുത്തെ വില. പൊറോട്ടയ്ക്ക് 12. നമ്മൾ ചിക്കൻ ഫ്രൈ 4 പീസ് പറഞ്ഞ് 3 പൊറോട്ട ഗൈസ്. ഇതാണ് നമ്മൾ ഇവിടെ ടേസ്റ്റ് ചെയ്യാൻ വന്ന ചിക്കൻ ഫ്രൈ. എന്തോ കണ്ടിട്ട് സൂപ്പർ സാധനം. അതെ, ട്രിവാൻഡ്രം സ്റ്റൈൽ ചിക്കൻ ഫ്രൈ. പിന്നെ കൂടെ കഴിക്കാനായിട്ട് നമ്മൾ ഒരു പൊറോട്ടയും കുറച്ച് ഗ്രേവിയും കൂടെ എടുത്തു. അതിന് തന്നെ ഒരു ലെഗ് പീസും തുടങ്ങാല്ലേ. സവാളയും കൂടെ വെക്കുന്നോടാ. അതെ, കുറച്ച് നമുക്ക് ഇതെടുത്ത് മാറ്റാം ഗൈസ്, കൊതി കിട്ടാതിരിക്കും. ഓക്കെ, നമ്മൾ തന്നെ ഇവിടെ ഇരുന്ന് കൊതി വിടും. ഓക്കെ ഗൈസ്, സ്വയം ടേസ്റ്റ് ഗൈസ്. ഒരു സാധനം കാണിച്ചു തരാം. പൊറോട്ട കുറച്ച് പിച്ചെടുത്തിട്ട് ഗൈസ്, കുറച്ച് ഗ്രേവി ഇങ്ങനെ എടുത്തിട്ട് ഈ പൊടി കണ്ടോ നിങ്ങൾ? പൊടി കുറച്ച് ഇങ്ങനെ എടുക്കണം. ഇങ്ങനെ ഒരു സാധനം കിട്ടും. അതിൻ്റെ ഒരു ഫ്ലേവർ ഉണ്ട് ഗൈസ്. എൻ്റെ +2 ജീവിതത്തിലേക്ക് തന്നെ കൊണ്ടുപോയി. ആ പൊറോട്ട ഗ്രേവി ആ പൊടി മാത്രം നോക്കിയോളാ. സൂപ്പർ ടേസ്റ്റ്. കൊള്ളാം. മുളകൊക്കെ തിന്നിട്ടുണ്ടോ? അവിടെ ഉപ്പിലിട്ട മുളകാണത്. ആ മുളക് ഉപ്പിലിട്ട മുളകാണത്. ഉപ്പിലിട്ട മുളക് നല്ല ടേസ്റ്റ്. രാവിലെ തീ തുപ്പുവെന്നൊക്കെ പൊളി ഗൈസ്. കഴിച്ചിട്ട് വരാം ഗൈസ്. നല്ല ഒരു ട്രിവാൻഡ്രം മോഡൽ ചിക്കൻ ഫ്രൈ ആയിരുന്നു. ഒരു പൊറോട്ടയും കുറച്ച് ഗ്രേവിയും കൂടെ കഴിച്ച് ഞങ്ങൾക്ക് 3 പേരും കൂടെ ഓരോ പൊറോട്ട ഇതിൽ തിന്നോള് 275 രൂപ ആയോളൂ. സാറ്റിസ്ഫൈഡ്. അടിപൊളി സാധനം. പക്ഷെ ഈ പൊറോട്ടയും ഈ ഫ്രൈ നല്ല ചൂടോടുകൂടി തന്നെ കഴിക്കണം. അപ്പോഴാണ് അതിന് ആ ഒരു ഫ്ലേവർ കിട്ടണം. കുറച്ച് തണുത്തിട്ടാണെങ്കിൽ നമുക്ക് ആ ഒരു കുറച്ച് കട്ടിയായി പോകും ചിലപ്പോൾ. പക്ഷെ ഇവിടെ വന്ന് ചൂടോടുകൂടി കഴിക്കാൻ പൊളപ്പ സാധനം. എടാ എങ്ങനെ ഉണ്ടായിരുന്നടാ? നല്ല ഫുഡായിരുന്നു. സോന് ഇഷ്ടപ്പെട്ടാടാ? നല്ല ഫ്രൈ ആയിരുന്നു. വെളിച്ചെണ്ണയിൽ പൊരിക്കണേ. മണം അങ്ങ് ദൂരെ അങ്ങ് അടിക്കും. അല്ല, അതെന്ന് വെളിച്ചെണ്ണ പൊരിക്കണേന്റെ മണമുണ്ട്. മറ്റേ അജിനാമോട്ടയുടെ മണം. ഞാനേടാ ഈ ഇടയ്ക്കായിട്ട് ഈ അങ്കിൾ, എന്തൊരു ഒരു അങ്കിള്, ഒരു ഫുഡ് റിവ്യൂ ഒരു ഇങ്ങനെ പറഞ്ഞു തരാം. അത് കേസ് എന്തൊരു അങ്കിളാണ് നിങ്ങളൊന്ന് പറയൂ. അങ്കിൾ സാമ, അങ്കിൾ പൂപ്പ, എന്തൊരു ഒരു സാധനം. ഒരു അങ്ങേര് വന്നിട്ട് സ്പൂയോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അങ്ങേര് പറയണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അജിനോമോട്ടോ എന്ന് പറഞ്ഞത് ഒരു ബ്രാൻഡിന്റെ നെയിമാണ്. അത് MSG എന്ന് പറഞ്ഞ സാധനമാണ്. അങ്ങനെ എന്തോ ആണ്. അപ്പം അങ്ങേര് പറയണ അത് നല്ലതാണെന്നാണ്. നല്ലതല്ല, കോമൺലി ഫുഡിലൊക്കെ ഉപയോഗിക്കുന്ന. ചൈനക്കാർ അതില്ലാത്തൊരു ഫുഡേ ഉണ്ടാക്കൂലെന്നാണ് പറയണത്. ഈ ഫ്രൈഡ് റൈസിൽ വരെ അവരത് ചെറിയ അളവിൽ ചേർക്കും എന്നാണ് പറയണത്. നമ്മുടെ ആൾക്കാർ തുടർന്നതിന് പിടിക്കണേനൊക്കെ അജിനോമോട്ടോ ഇടും. അത് എന്തോ ഫ്ലേവർ എൻഹാൻസർ ആണല്ലേ അജിനോമോട്ടോ. പക്ഷെ അത് ഓവർ ആകുമ്പോഴാണ് സീൻ. ഒരു ലിമിറ്റഡ് അളവിൽ ഉപയോഗിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ, പക്ഷെ നമ്മളെ ആൾക്കാരെ എല്ലാത്തിലും ഉപയോഗിച്ചത് മറ്റേ ഫ്രൈഡ് റൈസ് അഡിക്റ്റീവ് പോലെയാണെന്നാണ് ഈ അജിനോമോട്ടോ. അല്ലെങ്കിൽ MSG. അജിനോമോട്ടോ എന്ന കമ്പനിയുടെ പേരാണ്. നമ്മൾ ഈ ചില സാധനങ്ങൾ പറയുമല്ലോ, JCB, മറ്റേ ഉജാല നീലം JCB അതെന്താണ് അതിന്റെ മറ്റേ ഇതെന്താണ് ലാൻഡ് മൂവർ, അങ്ങനെ എങ്ങാണ്ടാണ് അതിന്റെ പേര്.
നമ്മള് JCB എന്നാണ് കൊച്ചിലെ പോലെ പറയണത്. ഇറ്റാച്ചിയുടെ വണ്ടിയാണെങ്കിൽ JCB. ആ അതെ, JCB എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡാണ്. അതുപോലെ തന്നെ സെറോക്സ് എടുക്കാൻ പോണെന്ന് പറയും. സെറോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബ്രാൻഡിന്റെ നെയിമാണ്, ഫോട്ടോ കോപ്പിയാണ് സംഭവം. അങ്ങനെ അങ്ങനെ ഓരോരോ ഇത്. അപ്പൊ കൊള്ളാം ഗൈസ്, നല്ല ചിക്കൻ ഫ്രൈ കൊള്ളാടാ. നീ ഇതൊക്കെ എങ്ങനെ കണ്ടുപിടിക്കുന്നു? കഴിക്കണമെന്ന് പറയുമ്പോഴേ വണ്ടി എടുത്ത് ഇറങ്ങും, കഴിച്ചു നോക്കും, ഇത് കൊള്ളാം, ഇത് അങ്ങനെയല്ലടാ ഇവന്റതേ. നമുക്ക് ഓൾറെഡി ഇവിടുത്തെ ഏകദേശം ഒക്കെ അറിയാലോ. പക്ഷെ നമ്മൾ പണ്ട് കഴിച്ച സാധനം അതേ ടേസ്റ്റ് ഉണ്ടാന്ന് അറിയണമല്ലോ. അത് ടെസ്റ്റ് ചെയ്ത് നോക്കണം. അതൊന്നും പോയി ടെസ്റ്റ് ചെയ്ത് നോക്കിയാലേ പറ്റും. ഇത് അമ്പലമുക്ക്. ആദ്യം നമ്മള് കുടിച്ച സൂപ്പ് പേരൂർക്കട, രണ്ടും കൊള്ളാം, നൈസ് സാധനം. ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇതുപോലത്തെ സ്ഥലങ്ങൾ ഒരു കരമന വരെ ഉണ്ട്. നമുക്ക് എക്സ്പ്ലോർ ചെയ്ത് തകർക്കാം. ഫുഡ് അടി വിത്ത് കാർത്തിക് സൂര്യ. ഇനി ഒരു ചെറിയ കട്ടൻ ചായയും കൂടെ കുടിച്ചിട്ട് ഇത് എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും. ആണ് ടീ വാല്യൂ എന്ന് പറഞ്ഞൊക്കെ അത് കട. ഇത് ദിവസം ദിവസം കടകളാണ്. ഇവിടുന്ന് വിളിക്കാതെ അത് അറിഞ്ഞോട്ടെ, ഞാൻ ആദ്യമായിട്ടാണ് കാണുന്ന ആ കട. ഒരുപാട് ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട്. പക്ഷേ എവിടെന്നെങ്കിലും ഒരു കട കണ്ടുപിടിക്കട്ടെ ഗൈസ്, എന്നിട്ട് വരാം. ഗൈസ് അവിടെ നമ്മൾ നേരെ പേരൂർക്കട അല്ല, ഇതെവിടെയാടാ ഇത്? തിരുമല. തിരുമല ഭാഗത്തോട്ട് വന്നു ഗൈസ്. നമ്മള് മറ്റേ ബോളി പൂജപ്പുര, പക്ഷെ തിരുമലയെന്ന് പൂജപ്പുര ഗൈസ്. നമ്മളന്ന് ബോളിയും പാൽപ്പായസവും തിന്ന ഓർമ്മയുണ്ട രാത്രി. അപ്പം അന്ന് അവിടെ നിന്ന് നമുക്ക് ബോളി തന്ന ചേട്ടന്മാരിൽ ഒരു ചേട്ടന്റെ ഷോപ്പാണിത്. അന്ന് ചേട്ടൻ പറഞ്ഞിട്ടാ എപ്പോഴെങ്കിലും ഗ്യാപ്പ് കിട്ടണേ അങ്ങോട്ട് പോണേന്ന്. അങ്ങനെ ഇങ്ങോട്ട് വന്നതാണ് കേസ്. അപ്പൊ ഇവിടെ നിന്ന് ഇനി ഒരു കട്ടനും കുടിച്ചിട്ട് നമുക്ക് പിരിയാം. അതെ എടാ, ഇവിടെ പൈനാപ്പിൾ കട്ട, ഓറഞ്ച് കട്ടനൊക്കെ ഉണ്ട്. അങ്ങനെ കുടിച്ചിട്ടുണ്ടോ? ഓക്കെ, ജിഞ്ചർ കട്ടൻ കുടിച്ചു നോക്കട്ടെ. ഇഞ്ചി, നല്ല ഇഞ്ചിയുണ്ട്. സാധാ ജിഞ്ചർ കട്ടൻ പോലെ. നീ ഒരു പൈനാപ്പിളോടെ പറഞ്ഞാണ്, രുചിച്ചു നോക്കട്ടെ എങ്ങനെ. ആ വേണ്ട, നീ പറഞ്ഞ വീട്ടിൽ എത്താൻ പോലും സമയം കിട്ടുന്നില്ല. അതിലെനിക്ക് പങ്കില്ല. അത് കൊള്ളാം ഗൈസ്. ഇഞ്ചി കട്ടൻ എന്റെ ഫേവറേറ്റ് ആണോന്ന് ചോദിച്ചാൽ അല്ല, പക്ഷെ കുഴപ്പമില്ല. ദഹനത്തിന് നല്ലതാണല്ലേ. മട്ടറൊക്കെ ദഹിക്കോടാ. പൈനാപ്പിൾ കട്ടൻ കുടിക്കാൻ പോവില്ല, ദഹിക്കാനും സമയം കിട്ടും. കൊള്ളാം. ഇത് നല്ല ഇഞ്ചിയുടെ ഫ്ലേവർ അല്ല, ശരിക്കും ഇഞ്ചി കട്ടനാണത്. കുറച്ച് ചുക്കും കൂടെ ഇട്ടിരുന്നെ ചുക്ക് കാപ്പി എന്ന് വിളിക്കായിരുന്നു. ഓക്കെ, കുടിക്കട്ടെ. ഇഞ്ചി കട്ടൻ കുടിച്ചോണ്ടിരുന്നപ്പോൾ പൈനാപ്പിൾ കട്ടൻ എത്തിയിരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കിയാണ്, പതപ്പിച്ചെടുത്തേക്കാണത്. ആണോ? കൊള്ളാവോ കൊള്ളൂലേ? രണ്ടെണ്ണം കൂടെ പ്രലോഭിപ്പിച്ച് നമ്മളെ കൊണ്ട് പൈനാപ്പിൾ കട്ടൻ വാങ്ങിപ്പിച്ചതാണ്. ഇഷ്ടപ്പെട്ടല്ലേ? അവർക്ക് ഇഞ്ചി ഇഷ്ടപ്പെട്ടില്ലടാ. സോന നീ ഇവിടെ ട്രൈ ചെയ്തോ, ടേസ്റ്റ് ചെയ്തു നോക്കും എങ്ങനെ ഉണ്ടെന്ന് അറിയാമല്ലോ. ഒരുപാട് പേര് നിന്റെ എക്സ്പ്രഷൻ നോക്കിയിരിക്കുന്നു. നിങ്ങളുടെ ടേസ്റ്റ് ഭയങ്കര വ്യത്യസ്തമാണെന്ന് തോന്നുന്നു. നിങ്ങൾ ഫിനിഷ് ആവും. അതെ അതെ, നമുക്ക് കുടിച്ചോടാ പൈനാപ്പിൾ കട്ടൻ. ഞാൻ എന്റെ ഇഞ്ചി കട്ടൻ കുടിച്ചോളാം. ഇഞ്ചി ഇപ്പൊ എനിക്ക് ഇഞ്ചി ഭയങ്കര ടേസ്റ്റ് ആയിട്ടൊക്കെ തോന്നുന്നു. പൈനാപ്പിൾ വാങ്ങല്ലേ ഗൈസ്? മറ്റേ അണ്ണ ഈ വീഡിയോ കാണുമ്പോഴത്തേക്ക് ഇതിനാണോ ഞാൻ ഇവന്മാരെ കടലോട്ട് പറഞ്ഞിട്ട് സത്യം ഒരുത്ത മിണ്ടാതെ ഇവിടെ ഇരുന്നൊരു ഇഞ്ചി കട്ടൻ കുടിച്ചോണ്ടിരിക്കും. അപ്പൊ സൈഡിൽ നിന്ന് ഒരു അശരീരി കൊള്ളൂല, പൈനാപ്പിൾ വാങ്ങി, അതാണ് ബെറ്റർ. ഇത് മൂന്നും മാറ്റിയിട്ട് പൈനാപ്പിൾ എടുക്കാൻ അവ ശ്രമിച്ച് ഞാനാണ് അവന് തടയിട്ടത്. അതെ, അതുകൊണ്ടിപ്പം കുഴപ്പമില്ല. ഇഞ്ചി കൊള്ളാം. ഓക്കെ ഗൈസ്, അതായിരുന്നു നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഓഫ് ഫുഡ് അടി വിത്ത് കാർത്തിക് സൂര്യ. അപ്പോൾ അടുത്ത ഇതിന് നമ്മൾ എന്താണ് ട്രൈ ചെയ്യേണ്ടത് നിങ്ങൾക്ക് വല്ല സജഷൻ ഉണ്ടെങ്കിൽ അത് പറയും. അല്ലെങ്കിൽ ഞങ്ങൾ ഇതുപോലെ എക്സ്പ്ലോർ ചെയ്ത് കണ്ടുപിടിച്ച് ഓരോ സാധനങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടെത്തിക്കുന്നതായിരിക്കും. പൊടി ഐറ്റംസ്, പൊടി ഇഡലി, പൊടി മുട്ട, അങ്ങനത്തെ കുറെ പൊടി കാപ്പി അങ്ങനെയുള്ള ഐറ്റത്തിലുണ്ട്. ഫുൾ പൊടിയായിരിക്കും. പൊടി ചിക്കൻ ഫ്രൈ കിട്ടുമോ? പൊടി പാർന്ന ചിക്കൻ ഫ്രൈയിലെ പൊടി മാത്രമേ കിട്ടൂ. നന്ദിയുണ്ട് കേട്ടോ. ബൈ ബൈ.
എന്തൊരു സന്തോഷം. ഇനി മേലെ വഴി കൂടെ പോണ സജഷൻ ഒന്നും എടുക്കരുത്. ഞാനാണ് നമ്മൾ ഇത് സത്യം ഞാൻ പറഞ്ഞു ഗൈസ്. ഇഞ്ചിക്കട്ടെ കുടിച്ചിട്ട് ട്രൈ ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ ഈ സൈഡിൽ കൂടെ പോണ പ്രലോഭനങ്ങളിൽ വീഴാൻ പാടില്ല. അടുത്ത എപ്പിസോഡിൽ അവർക്ക് ഇഷ്ടപ്പെട്ടെന്ന് അത് ഡിഫറെന്റ് നമ്മുടെ ടേസ്റ്റ് ബഡ്സിനെ കുറച്ചുകൂടി കാണിച്ചു തരുന്നത്. അടുത്ത എപ്പിസോഡിൽ കാണാം ഗൈസ്. ബൈ ബൈ ആൻഡ് കട്ടൻ ചീയേഴ്സ്.